ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇനിയും നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ എത്തുന്നത്. സോ ഒരുപാട് തിരക്കുകൾ, അങ്ങനെ ചില സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഞാൻ അധികം കണ്ടന്റ് ഒന്നും വീഡിയോ ഇടാതിരുന്നത്. എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ഒക്കെ എത്തിക്കുന്നുണ്ട്. സോ അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേവലം എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ ഒരു ഗോസ്റ്റിനെ ട്രാക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ സൗണ്ട്സ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പം മിക്കവരും ഈ വീഡിയോ കാണണമെന്നില്ല, എന്നാൽ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചിലപ്പോൾ കമൻറ്റ് ബോക്സ് അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും, അതായത് ഇപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കിട്ടാൻ ചാൻസ് ഉള്ളൂ ഈ ഇങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ. സോ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഈ ഒരു എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിലൊക്കെ ആദ്യകാല ഫിലിംസിൽ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോസ്റ്റിനെ ട്രാക്ക് ചെയ്യുന്ന ഒരാളുടെ ആപ്ലിക്കേഷൻസോ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് മൂവീസ്. സോ അത് കണ്ടിട്ട് തന്നെ ആയിരിക്കാം പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചു വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്താണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചതാണ്. അപ്പം അത് സത്യമാകാൻ സാധ്യതയുണ്ട്. മേ ബി നമ്മൾ അത് കണ്ടിട്ടില്ല. ഓക്കെ, അത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയാൻ പറ്റുള്ളൂ. സത്യമാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ പ്രേതത്തിൽ വിശ്വാസമില്ലാത്തവരോട് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രേതം ഉണ്ടോ ഇല്ലെന്ന് അത് ഓരോരുത്തരുടെ വിശ്വാസം പോലെ ഇരിക്കും. മേ ബി ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പം പ്ലേ സ്റ്റോറിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്, ഗോസ്റ്റ് ട്രാക്കർ എന്ന് പറയും. അപ്പം നമ്മൾ അതിലൊരു ട്രാക്കർ വെച്ച് ട്രൈ ചെയ്തപ്പം കോമഡി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിരിച്ചു പോയി. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും രാത്രി ഒരു ദിവസം എന്തായാലും രാത്രി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ആ ട്രാക്കർ വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുന്നു. ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ മൊബൈലും കൊണ്ട് നടന്നാൽ മതി ഇരുട്ടിലൂടെ. സോ എവിടെ ഗോസ്റ്റ് ഉണ്ടോ അവിടെ ആ ട്രാക്കറിൽ ഒരു ചിഹ്നം കാണിക്കും. പിന്നെ വേറൊരു ട്രാക്കർ ആപ്ലിക്കേഷൻസ്, അതിൽ സൗണ്ട് വരും, അതായത് ഒരു ചുവപ്പ് സിഗ്നലും തരും അവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും റെഡി ആവണമെന്നില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതായാലും ഞാൻ നോക്കട്ടെ, പറ്റുന്നൊരു ദിവസം നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ കണ്ടന്റിലേക്ക് തിരിച്ചു വരാം. ഇത് യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് ആരോ ആണ്. പക്ഷെ ഇത് അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ചികിത്സകൾ നടന്നിരുന്നു. അതുകൊണ്ടാണ് പലരും ഇത് വിശ്വസിച്ചത്. ശരിക്കും അത് സത്യമാകാനാണ് സാധ്യത. ഓക്കെ, പണ്ട് കാലത്ത് അങ്ങനെ ട്രാക്കർ വഴിയൊക്കെ ഗോസ്റ്റിനെ പിടിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ പുസ്തകങ്ങളിൽ നിന്നും പഴയകാല പത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ. നമ്മൾ കേരളക്കാരൊന്നും കണ്ടിട്ടില്ലെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് വ്യക്തമായി കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പം ഈ ഒരു ട്രാക്കറും കാര്യങ്ങളൊക്കെ സംഭവം സത്യമാണ്. ഓക്കെ, പിന്നെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഗോസ്റ്റ് വരുന്നത്, അതൊക്കെ ഒരു സത്യമായ ഒരു സൂചനകളാണ്. പക്ഷെ എനിക്ക് കറക്റ്റ് ഇതിനെ പറ്റി അറിയില്ല. ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാവർക്കും ഇത് കാണാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് കരുതി അത് എത്തിച്ചു, അത്ര തന്നെ ഉള്ളൂ. സോ അപ്പം അതിൻ്റെ ചെയ്യാൻ സമയമായി. അപ്പം മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും. അപ്പോൾ പുതിയ കണ്ടന്റ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടന്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം നമുക്ക്. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.